റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് ഫങ്ഷൻസിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ഗ്രാഫും ആയിരുന്നു നമ്മൾ പരിചയപ്പെട്ടത്. അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന കുറച്ചുകൂടി ഫങ്ഷൻസിൻ്റെ ഗ്രാഫും അതിൻ്റെ ഡെഫിനിഷനൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ അടുത്ത ഫങ്ഷൻ ഏതാണെന്ന് നോക്കാം. മോഡുലസ് ഫങ്ഷനാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. A function f from R to R. A function f from R to R defined by f of x equal to mod x for all x belongs to R. അപ്പോൾ നമ്മളതിൻ്റെ ഡെഫിനിഷൻ എഴുതുമ്പോഴേ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് എഴുതുന്നു. എന്താണ് ഈ മോഡ് എക്സ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയും. എന്താണത്? ഒരു റിയൽ നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. മോഡ് ഓഫ് -3 നമുക്കറിയാം, അത് 3 ആണ്. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് നമ്മളതിൻ്റെ സൈന് എടുക്കുന്നില്ല, പകരം അതിൻ്റെ ആ സംഖ്യയുടെ ഒറിജിനിൽ നിന്നുള്ള ദൂരമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവിടെ വാല്യൂ എന്താണ്? 3 ആണ്. ഈ മോഡുലസ് ഓഫ് 2 എന്താണ്? 2 ആണ്. മോഡുലസ് ഓഫ് -100, മോഡുലസ് ഓഫ് -100 ഈസ് ഈക്വൽ ടു 100. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് അതിനെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു വാല്യൂ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ മാത്രമേ നമുക്ക് ഫംഗ്ഷന് കിട്ടുള്ളൂ. അതായത് 3, 2, 100 ഇതൊക്കെ പോസിറ്റീവ് വാല്യൂസാണ്. അപ്പോൾ ഈ ഒരു മോഡുലസ് ഫംഗ്ഷൻ്റെ വാല്യൂസ് എപ്പോഴും പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ ഡൊമൈനും റേഞ്ചും എന്തായിരിക്കും എന്ന് പറയാം. ഡൊമൈൻ എന്താണ്? എല്ലാ റിയൽ നമ്പറിനും നമുക്ക് മോഡുലസ് വാല്യൂ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡൊമൈൻ എന്താണ്? റിയൽ സെറ്റാണ്, അതായത് ക്യാപിറ്റൽ R ആണ് അതിൻ്റെ ഡൊമൈൻ. ഇനി റേഞ്ച് നോക്കാം. അതിലെല്ലാ വാല്യൂസും നമ്മൾ മോഡുലസ് എടുക്കുമ്പോൾ അതിന് കിട്ടുന്ന വാല്യൂസ് ഒക്കെ പോസിറ്റീവാണ്. ഇനി മിനിമം എത്ര വരെ പോകാം? മോഡുലസ് ഓഫ് 0 എന്താണ്? 0. ഈ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ മോഡുലസ് ഒക്കെ തന്നെ കറസ്പോണ്ടിങ് പോസിറ്റീവ് നമ്പേഴ്സായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമം വാല്യൂ, മോഡുലസ് ഫംഗ്ഷൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എന്താണ്? 0 ആയിരിക്കും. 0ൻ്റെ മേലെ ഉള്ള നമ്പേഴ്സാണ് അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം മോഡുലസ് ഫംഗ്ഷൻ്റെ റേഞ്ചിനെ പറ്റി? ആ റേഞ്ച് എന്ന് പറയുന്നത് നമുക്കിവിടെ പറയാം ഡൊമൈൻ. ഡൊമൈൻ എന്താണ്? ഡൊമൈൻ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R. ഇനി റേഞ്ചിനെ പറ്റി എന്ത് പറയാം? റേഞ്ച് എപ്പോഴും പോസിറ്റീവ് അല്ലെങ്കിൽ മിനിമം പോയാൽ 0 ആയിരിക്കും അല്ലേ? അപ്പോൾ ക്ലോസ്ഡ് 0 ടു ഇൻഫിനിറ്റി, ഏറ്റവും വലിയ പോസിറ്റീവ് നമ്പർ വരെ പോകാം. അപ്പോൾ അവിടെ 0 ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഡൊമൈൻ R ആണ്, റേഞ്ച് 0 ടു ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പം മോഡുലസ് ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അതിൻ്റെ ഡെഫിനിഷനും. ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷനെ മറ്റൊരു രീതിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. മോഡുലസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നമ്മളൊരു സ്പ്ലിറ്റഡ് ഫംഗ്ഷനായിട്ട് പഠിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ, മോഡുലസ് വാല്യൂ ഓഫ് എക്സ്. ഇനി നമുക്കറിയാം പോസിറ്റീവ് വാല്യൂസ് ആണെങ്കിൽ, എക്സ് പോസിറ്റീവ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എക്സ് 3 ആണെങ്കിൽ നമുക്കറിയാം മോഡുലസ് ഓഫ് എക്സ് എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. അതായത് അത് എക്സിനോട് ഈക്വൽ ആണ് അല്ലേ? എക്സ് ആണല്ലോ 3. ഇപ്പോൾ മോഡ് എക്സ് എടുക്കുമ്പോഴും 3 തന്നെ കിട്ടുന്നു. അപ്പോൾ അതെന്താണ്? എക്സിനോട് ഈക്വൽ ആണ്. ഇനി എക്സ് -3 ആണെങ്കിലോ? നെഗറ്റീവ് നമ്പർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മോഡ് എക്സ് നമുക്ക് എന്താ കിട്ടുക? +3 ആണ് കിട്ടുക. നമ്മൾ ചിഹ്നം കൺസിഡർ ചെയ്യാതെയാണ് അബ്സല്യൂട്ട് വാല്യൂ എഴുതുന്നത്. അപ്പോൾ 3 തന്നെയാണ് അബ്സല്യൂട്ട് വാല്യൂ. മോഡ് എക്സ് 3 ആണ് കിട്ടുക. അതായത് അത് നെഗറ്റീവ് ഓഫ് -3 ആണ് അല്ലേ? നെഗറ്റീവ് ഓഫ് -3 മീൻസ് ഇറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ് പോസിറ്റീവ് ആണെങ്കിൽ മോഡ് എക്സും ഈക്വൽ ആയിരിക്കും. ഇനി എക്സ് നെഗറ്റീവ് ആണെങ്കിലോ മോഡ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് ദാറ്റ് -3. ദാറ്റ് മീൻസ് നെഗറ്റീവ് ഓഫ് ദാറ്റ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -x. അപ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കും, ഇത് നെഗറ്റീവാണ്, എക്സ് നെഗറ്റീവാണോ? എക്സ് നെഗറ്റീവ് അല്ല. കാരണം എക്സിൻ്റെ
ഈ വാല്യൂ നെഗറ്റീവ് അല്ലേ എന്ന് നമുക്കൊരു സംശയം വരും അല്ലേ. മോഡുലസ് വാല്യൂ നെഗറ്റീവ് ആവില്ലല്ലോ. പക്ഷേ ഇവിടെ നെഗറ്റീവ് ഓഫ് എക്സ് എന്ന് എഴുതുമ്പോൾ അത് ആക്ച്വലി പോസിറ്റീവ് വാല്യൂ ആണ്. കാരണം നമ്മുടെ എക്സ് ഇവിടെ ആരാണ്? നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ഓഫ് -3 എന്തായി? പോസിറ്റീവ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടുക. നമ്മുടെ എക്സ് ഇവിടെ നെഗറ്റീവാണ്, അതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ ആണ് നമുക്കിവിടെ നെഗറ്റീവ് എക്സ് എന്ന് പറയുമ്പോൾ കിട്ടുന്നത്. അപ്പം മോഡുലസ് ഫംഗ്ഷനെ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു സ്പ്ലിറ്റഡ് ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സെക്കൻഡ് ഇയറിലൊക്കെ ചില പ്രോബ്ലത്തിലൊക്കെ ആവശ്യം വരും, അതുകൊണ്ട് ഓർത്ത് വെക്കണം. മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എക്സ് കോമ വെൻ എക്സ് നെഗറ്റീവ്. നെഗറ്റീവിന് നമ്മൾ ലെസ് ദാൻ 0 എന്ന് എഴുതുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ, ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. മോഡുലസ് ഫംഗ്ഷൻ്റെ ഈ ഒരു ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. മോഡ് എക്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0. ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി നമുക്ക് മോഡ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. മോഡ് എക്സിൻ്റെ ഗ്രാഫ് എന്താണ് വരുന്നത് നോക്കാം. മോഡുലസ് ഫംഗ്ഷൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മോഡുലസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഈക്വൽ ടു, ഇപ്പോൾ പറഞ്ഞ സ്പ്ലിറ്റഡ് ഫോമും കൂടി ഓർത്ത് വെക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0 ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഗ്രാഫ് വരക്കുമ്പോൾ നമുക്കൊരു കാൽക്കുലേഷൻ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു ടേബിൾ വേണം അല്ലേ. ടേബിൾ വരക്കുന്നു. കുറച്ച് നെഗറ്റീവ് നമ്പേഴ്സ് ഞാൻ എടുക്കുന്നു. -1, -2, -3 എക്സെട്ര -4. അതുപോലെ 0, 1, 2, 3 എക്സെട്ര 4 വരെ നമുക്ക് പോയിൻറ്റ്സ് എടുക്കാം. ഇനി കറസ്പോണ്ടിങ് മോഡുലസ് വാല്യൂ എടുക്കുമ്പോഴെന്തായിരിക്കും വരിക? നെഗറ്റീവ് നമ്പേഴ്സിൻ്റെയൊക്കെ മോഡുലസ് പിന്നെയും പോസിറ്റീവ് വാല്യൂസാണ് കിട്ടുക. അതുപോലെ പോസിറ്റീവിൻ്റെതും പോസിറ്റീവ് വാല്യൂസ് തന്നെ കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1, 1, 2, 2, 3, 3 ആണെങ്കിൽ 4, 4 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ -1, 1, -2, 2, -3, 3, -4, 4 ഇത്രയും പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് ഒരു വി ഷേപ്പിലുള്ള ഗ്രാഫാണ് നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. വി ഷേപ്പിൽ, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ്, വി ഷേപ്പിലുള്ള ഗ്രാഫ്. ഇനി അതിൻ്റെ ഡൊമൈനും റേഞ്ചും കൂടി ഓർത്ത് വെക്കുക. ഡൊമൈൻ ഈസ് ഈക്വൽ ടു ആർ, റേഞ്ച് ഈസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി. ഇതിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പേജിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഡൊമൈനും റേഞ്ചും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ഇതിൻ്റെ ഡെഫിനിഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫ് വരക്കാനൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്. നന്നായിട്ട് വരച്ച് പഠിക്കണം എല്ലാവരും. ഇനി അടുത്ത ഒരു ഫംഗ്ഷൻ നോക്കാം നമുക്ക്. അടുത്ത ഒരു ഫംഗ്ഷനാണ് സിഗ്നം ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് എ ഫംഗ്ഷൻ ഫ്രം f from r to r, defined f from r to r, defined by, it is a splitted function, that is f of x equal to, എങ്ങനെയാണ് സ്പ്ലിറ്റഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് നോക്കുക. ഇറ്റ് ഈസ് -1 വെൻ എക്സ് ലെസ് ദാൻ 0. അതായത് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ -1 ആണ്. ഇനി ഇറ്റ് ഈസ് ഈക്വൽ ടു 0 വെൻ എക്സ് ഈക്വൽ ടു 0. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0. അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും -1 ആയിരിക്കും. ഇനി എക്സ് 0 ആണെങ്കിൽ അതിൻ്റെ ഇമേജ് 0 ആണ്. ഇനി എക്സ് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കി നോക്കാം. And look at the definition. What is f of 2? ഒരു ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഏത് വാല്യൂവിൻ്റെ ഇമേജ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ അറിയണം അല്ലേ. എഫ് ഓഫ് 2 എന്തായിരിക്കും ഈ ഡെഫിനിഷൻ പ്രകാരം? ഒന്ന് നോക്കുക. 2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് അല്ലേ. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇമേജ് എന്ത് കിട്ടണം? 1 ആണ്. അപ്പോൾ എഫ് ഓഫ് 2ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഇനി വാട്ട് ഈസ് എഫ് ഓഫ് 0?
എന്താണ്? അത് നമുക്ക് ഇവിടെ നോക്കിയാൽ കിട്ടുമല്ലോ. എക്സ് 0 ആയാൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ എഫ് ഓഫ് 0 എന്താണ്? 0. എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 0. ഇനി എഫ് ഓഫ് -4 എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? എക്സിൻ്റെ വാല്യൂ നെഗറ്റീവാണ് അല്ലേ? എക്സ് നെഗറ്റീവ് ആയാൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പോൾ എഫ് ഓഫ് -4 എന്തായിരിക്കും? -1 ആയിരിക്കും. ഇനി എഫ് ഓഫ് 3 എന്തായിരിക്കും? 3 ഈസ് പോസിറ്റീവ്, therefore its image is 1. What is f of -1? -1 is positive. -1 is a negative integer less than 0, therefore its image is -1. And what is f of -10? -10 means negative x, negative value for x. Therefore we can write the image as -1. അപ്പോൾ ഇവിടെ എക്സ് നെഗറ്റീവ് ആകുമ്പോൾ എപ്പോഴും ഇമേജ് -1 ആണ്. ഇവിടെ എക്സാമ്പിൾ നോക്കുക. -4ൻ്റെ ഇമേജ് -1, -1ൻ്റെ ഇമേജ് -1, -10ൻ്റെ ഇമേജ് -1. ഇനി എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. എഫ് ഓഫ് 2 1 ആണ്, എഫ് ഓഫ് 3 1 ആണ്, എഫ് ഓഫ് 100 1 ആയിരിക്കും. 0 ആണെങ്കിൽ വാല്യൂ എന്താണ്? 0 ആണ്. ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഇതാണ് സിഗ്നം ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഫംഗ്ഷൻ കിട്ടിയാലും ഒരു നമ്പറിൻ്റെ ഇമേജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടണം. അവിടെയാണ് ഫംഗ്ഷൻ നല്ലോണം മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഡൊമൈൻ എന്താണെന്ന് നോക്കാം. നമുക്ക് എക്സിന് ഇവിടെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള വാല്യൂസ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഡൊമൈൻ കിട്ടും. അതായത് എക്സിന് നമ്മൾ ലെസ് ദാൻ 0, 0നെക്കാളും കുറഞ്ഞ എല്ലാ എക്സും ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. 0 ഇവിടെ വരുന്നുണ്ട്. 0നെക്കാളും കൂടിയ എല്ലാ റിയൽ നമ്പേഴ്സും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ റിയൽ നമ്പേഴ്സും എക്സിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്തായിരിക്കും? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ. ഇനി ഇതിൻ്റെ റേഞ്ച് എന്തായിരിക്കും? ഫംഗ്ഷൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ വൈ വാല്യൂസ് അല്ലേ റേഞ്ച് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വൈ വാല്യൂസ് ആയിട്ട് വരുന്നത്? -1, 0, 1. ഇപ്പോൾ ഈ 3 വാല്യൂ മാത്രമേ നമുക്ക് വൈക്ക് ഇമേജ് ആയിട്ട് അല്ലേ, വൈ ആയിട്ട് എടുക്കുന്നത് ഈ 3 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് -1, 0, 1 ആണ്. അപ്പോൾ നമുക്ക് ഡൊമൈൻ റേഞ്ച് ഒന്നുകൂടി നോക്കാം. സിഗ്നം ഫംഗ്ഷൻ. ഇനി ഇതിൻ്റെ ഡൊമൈൻ നമ്മളിപ്പോൾ പറഞ്ഞു. ഡൊമൈൻ എന്താണ്? ക്യാപിറ്റൽ ആർ ആണ്. റേഞ്ച് എന്താണ്? റേഞ്ചിൽ വരുന്നത് ഒന്ന് -1 ആണ്, മറ്റൊന്ന് 0 ആണ്, 1 ആണ്. അപ്പോൾ ഈ ഒരു സെറ്റാണ് റേഞ്ച് ആയിട്ട് എടുക്കേണ്ടത്. കാരണം ഏത് വാല്യൂവിനും നമുക്ക് ഈ 3 നമ്പർ അല്ലാതെ വേറെ ഇമേജ് കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ റേഞ്ച്. ഇനി ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് പരിശോധിക്കാം. നമുക്ക് ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇവിടെ എക്സ് എന്നുള്ള വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഇമേജ് -1 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, 0നെക്കാളും ചെറിയ എക്സ് അല്ലേ? ഇതല്ലേ എക്സ് നെഗറ്റീവ് ആവുന്ന സെക്ഷൻ. ഇപ്പോൾ എക്സ് ആക്സിസ് ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ എക്സ് ഡാഷ് എടുക്കാം, വൈ ഡാഷ് എടുക്കാം. ഇവിടെ നമുക്ക് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും -1 ആണ്. അപ്പോൾ നമുക്ക് 0 മുതൽ ഇങ്ങോട്ട് ആണ് നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നത് അല്ലേ? എല്ലാ റിയൽ നമ്പേഴ്സും വേണം, വെറും ഇൻറ്റീജേഴ്സ് മാത്രം പോരാ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു ടേബിൾ വരക്കുന്നില്ല പോയിൻറ്റ്സ് ഇതിൽ. ഇവിടെ ഗ്രാഫ് നോക്കിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ ഡെഫിനിഷൻ. 0ൻ്റെ താഴോട്ടുള്ള എക്സ് വാല്യൂസ്, അതായത് ഈ ഒരു എക്സ് വാല്യൂസിന് എപ്പോഴും ഇമേജ് എന്താണ്? -1 ആണ്. അപ്പോൾ -1ൻ്റെ ഇമേജ് -1 ആണ്. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും. -2 -1 ആണ്. -3ൻ്റെ ഇമേജ് -1 ആണ്. -4ൻ്റെ ഇമേജ് -1 ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആ ഏറോ മാർക്കിട്ട വാല്യൂസ് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് പറയാം -1 തന്നെയാണ് എപ്പോഴും ഇമേജ്. അപ്പോൾ ഇങ്ങോട്ടേക്കൊരു ലൈന് വരക്കാം. അതുപോലെ 0നെക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള എക്സിന്, അതായത് പോസിറ്റീവ് വാല്യൂസ് ഓഫ് എക്സിന് എപ്പോഴും 1 ആണ് ഇമേജ്. അതുകൊണ്ട് അതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ മാതിരി ലൈൻ ഇങ്ങോട്ടേക്ക് പോകും. ഇവിടെ ഇതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ മാതിരി -1ലൂടെ പോകും. ഇനി 0ൻ്റെ ഇമേജ് എന്ത് തന്നെയാണ്? ഇവിടെ
സീറോൻ്റെ ഇമേജ് 0 തന്നെയാണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നമ്മളവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിൻ്റ് നമുക്ക് ഈ 0 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് നമുക്കവിടെ ഉണ്ട്. അത് ഡാർക്കൻ ചെയ്യണം. 0 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 0 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് അവിടെ ഉണ്ട്. 0ൻ്റെ ഇമേജ് 0 തന്നെയാണെന്ന് കാണിക്കാനാണ് നമ്മൾ ഈ പോയിൻ്റ് ഇവിടെ ഡാർക്കൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോയിൻറ്റും കൂടി ഗ്രാഫിലുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 1 ആണ് വാല്യൂ. അതുകൊണ്ട് ഇത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് പോലെ 1-ലൂടെ പോകും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആയാലും നെഗറ്റീവ് വാല്യൂസ് റിയൽ നമ്പേഴ്സിന് നമുക്ക് -1 ആണ് ഇമേജ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനെ മാതിരി -1-ലൂടെ പോകും, ലൈനായിട്ട് പോകും. 0 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഇമേജ് 0 ആണ്. അതുകൊണ്ട് തന്നെ 0ൻ്റെ ഇമേജ് 1 അല്ലല്ലോ. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന പോയിൻ്റ് നമ്മുടെ ഗ്രാഫിലില്ല. 0ൻ്റെ ഇമേജ് 1 ആണെങ്കിലേ ഈ 1 ഇവിടെ ഗ്രാഫിലുണ്ടാവുള്ളൂ. 0ൻ്റെ ഇമേജ് 1 അല്ല, 0 തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഡാർക്കൻ ചെയ്തു. ഇവിടെ ഈ 1 എന്ന് പറയുന്ന പോയിൻ്റ് നമുക്ക് ഗ്രാഫിലില്ലെന്ന് കാണിക്കാനാണ് ഇവിടെ ഒരു ചെറിയൊരു സർക്കിൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ -1, 0ൻ്റെ ഇമേജ് 0 ആണ്, -1 അല്ല. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഗ്രാഫിലില്ല. അതുകൊണ്ട് നമ്മളതിനെ കാണിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്ന പോയിൻറ്റും -1 എന്ന് പറയുന്ന പോയിൻറ്റും ഈ ഗ്രാഫിൽ ഇല്ലാത്തതാണ്. ഇവിടുന്ന് ഇങ്ങോട്ടും മാത്രമേ ഗ്രാഫുള്ളൂ. അതുപോലെ നടുക്കൊരു പോയിൻ്റ് 0, ഇതും കൂടി ഗ്രാഫിലുള്ളതാണ്. അപ്പോൾ ഇതില്ലെന്ന് കാണിക്കാനാണ് ഇതിനെ നമ്മളൊരു സർക്കിൾ ഇട്ട് വെച്ചിട്ടുള്ളത്. അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഗ്രാഫ് ഒരു പ്രത്യേകതരം ഗ്രാഫാണ്, നന്നായിട്ട് മനസ്സിലാക്കാം. നമുക്ക് സെക്കൻഡ് ഇയേഴ്സിലൊക്കെ ഈ സ്റ്റാൻഡേർഡ് ഫങ്ഷൻസിൻ്റെ ഗ്രാഫ് ആവശ്യം വരും. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഗ്രാഫിൻ്റെ വരക്കുന്ന രീതിയും അതുപോലെ അതിൻ്റെ പോയിൻറ്റ്സും ഒക്കെ, ഡൊമൈനും റേഞ്ചും ഒക്കെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കണം. ഇനി നമുക്ക് അടുത്ത ഒരു ഫങ്ഷൻ നോക്കാം, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫങ്ഷൻ. അപ്പോൾ അവിടെ ഇത് ഓർഡറിൽ വരണമെന്നില്ല, നിങ്ങൾ നമ്പേഴ്സ് ക്രമത്തിൽ കൊടുത്താൽ മതി. 5 എന്നുള്ളത് ആദ്യത്തെ ഫംഗ്ഷന് കൊടുത്താലും കുഴപ്പമില്ല. ഇത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. ഈ ഫംഗ്ഷനെ f(x) ഈക്വൽ ടു, നമ്മൾ f ഫ്രം R to R തന്നെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്, റിയൽ ഫംഗ്ഷനാണ്. നമുക്കിതിനെ ഡിഫൈൻ ചെയ്യുന്നത് f(x) ഈക്വൽ ടു y ഈക്വൽ ടു f(x) ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. ഇങ്ങനെയാണ് അതിൻ്റെ നൊട്ടേഷൻ. അതായത് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എക്സിനെ എഴുതുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഇതെന്താണെന്ന് നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ മീൻസ് ഇറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി ഗിവൺ എക്സ്. അതായത് എക്സിൻ്റെ വാല്യൂവിനോട് ചെറുതോ ഈക്വലോ ആയിട്ടുള്ള ഇൻറ്റീജറിനെയാണ് നമ്മൾ ഈ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ എക്സിൻ്റെ വാല്യൂ 1.5 ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ ഓഫ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് 1 ആണ്. അതായത് എക്സിനേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിട്ട് വരുന്ന ഇൻറ്റീജറാണ് നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഈ എക്സ് ഈക്വൽ ടു 2.7 ആണെങ്കിലോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ 2.7ന് തൊട്ടടുത്ത് അതിനേക്കാൾ ചെറുതോ ഈക്വലോ ആയിട്ടുള്ള ഇൻറ്റീജർ ഏതായിരിക്കും? 2. ഇനി നമുക്ക് നോക്കാം. വെൻ എക്സ് ഈക്വൽ ടു -2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ ഓഫ് -2 എങ്ങനെയാണ് നമുക്ക് എഴുതാം? എന്തായിരിക്കും? -2 തന്നെയായിരിക്കും. അതായത് എക്സ് ഒരു ഇൻറ്റീജർ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ അത് തന്നെയായിരിക്കും. ഇനി ഇൻറ്റീജർ അല്ല, ഡെസിമൽ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇൻറ്റീജർ, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ ഓഫ് -1.5 എന്തായിരിക്കും? 1.5 എന്ന് പറയുന്നത് ഇൻറ്റീജർ അല്ല, അല്ലേ? 1.5 ഇൻറ്റീജർ അല്ല,
-1.5 ഇൻറ്റീജർ അല്ലാത്തതുകൊണ്ട് അതിന് തൊട്ട് താഴെയുള്ള ഇൻറ്റീജർ ആരായിരിക്കും? -2 ആയിരിക്കും. നെഗറ്റീവ് നമ്പറിൻ്റെ തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റിലുള്ള നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ ലെഫ്റ്റിൽ എന്ന് പറഞ്ഞാൽ അതിൽ മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും, പക്ഷേ നെഗറ്റീവ് ചിഹ്നമായിരിക്കും. അപ്പോൾ ഇവിടെ -2 ആണ്. വാട്ട് ഈസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ ഓഫ് -0.5? ഏതായിരിക്കും? -1. വാട്ട് ഈസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ ഓഫ് 0.5? എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് നമ്പർ ആകുമ്പോൾ തെറ്റിപ്പോകാൻ പാടില്ല. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമുക്ക് തൊട്ട് ലെഫ്റ്റിൽ 0.5ൻ്റെ ലെഫ്റ്റിലുള്ള 0, -0.5ൻ്റെ ലെഫ്റ്റിൽ -1, -1.5ൻ്റെ ലെഫ്റ്റിൽ -2. അപ്പോൾ അവിടെ തൊട്ട് ഇടത് ഭാഗത്തുള്ള നമ്പർ ലൈൻ ഓർത്താൽ മതി. തൊട്ട് ഇടത് ഭാഗത്തുള്ള ഇൻറ്റീജറാണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ്റെ വാല്യൂ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ സ്ക്രീനിൽ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനിലേക്ക് ഒന്നുകൂടി പോകാം. y = f(x) സ്ക്വയർ ബ്രാക്കറ്റാണ് നമ്മൾ ഇടേണ്ടത്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ ഓഫ് x. ഇനി ഇവിടെ ഡൊമെയിൻ എന്താണ്? എല്ലാ റിയൽ നമ്പേഴ്സിനും നമുക്ക് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഡൊമെയിൻ എന്താണ്? R ആണ്. ഇനി റേഞ്ച് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ റേഞ്ച് കിട്ടും. ഓരോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂവും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ ഇൻറ്റീജറാണ്. ഓക്കെ, 1 അല്ലേ? നമ്മൾ തൊട്ട് ലെഫ്റ്റിലുള്ള ഇൻറ്റീജറിൽ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഇൻറ്റീജറാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 1, 2, -2, -2, -1, 0 എന്തായാലും ഒരു ഇൻറ്റീജർ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ വാല്യൂ ആയിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഞ്ച് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ആയിരിക്കും. അതായത് റേഞ്ച് നമ്മൾ എടുത്തിട്ടുള്ളത് എന്താണ്? സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്, അതായത് Z ആണ് നമ്മുടെ റേഞ്ച്. ഡൊമെയിൻ എന്താണ്? R ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനേഷൻ മാത്രമല്ല, അതിൻ്റെ ഡൊമെയിനും റേഞ്ചും ഒക്കെ തന്നെ ഓർത്ത് വെക്കണം. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ആണ്, നിങ്ങൾ സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ് ആണ് ഇതിൽ ഓർത്ത് വെക്കാനുള്ളത്. അതിൻ്റെ ഗ്രാഫും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം, അത്യാവശ്യം വരക്കാൻ പഠിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ഫങ്ഷൻ്റെയും ഗ്രാഫുകൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരക്കണം. എന്നിട്ട് അതിൻ്റെ ഡൊമെയിനും റേഞ്ചും ഡെഫിനിഷനും കൂടെ തന്നെ എഴുതി വെക്കണം. നന്നായിട്ട് ഓർത്ത് വെക്കുക.